നാം ദൈവത്തെ ആരാധിക്കാനാണ് ഉണ്ടാക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. അതിൽ കള്ളാരാധന ചെയ്യരുത്, സത്യാരാധന വേണം. ആത്മാവിൽ സത്യത്തിലും ആരാധിക്കണം. ഇങ്ങനെയുള്ള ആരാധനയിൽ ദൈവം ഇഷ്ടപ്പെടുന്നു, പിതാവ് ഇഷ്ടപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അതിന്റെ അർത്ഥം, നമുക്ക് ദൈവം ഇഷ്ടപ്പെടുന്ന, ദൈവം പ്രസാദിക്കണമെങ്കിൽ നമ്മെ യാഗമായി സമർപ്പിച്ചുള്ള ആരാധന ഉണ്ടാകണം. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ സുഖം, നമ്മുടെ പ്രശംസ, നമ്മുടെ സന്തോഷം, നമ്മുടെ ആഡംബരം, ഇതൊക്കെ അവിടെ ചാമ്പലാകണം. മനസ്സിലായില്ലേ? ആമേൻ. ഞാൻ അവിടെ എരിയണം. അവിടെ വെളിപ്പെടേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ശരീരത്തെ ജീവനുള്ള യാഗമായി, വിശുദ്ധിയുള്ള യാഗമായി, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി, പ്രൈസ് ദി ലോർഡ്, യാഗമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ അവിടെ ഞാനല്ല, അവിടെ വെളിപ്പെടുന്നത് എൻ്റെ രൂപം മാറി, എൻ്റെ അവസ്ഥ മാറി, അതെ, ഞാൻ എന്ന ചിന്ത മാറി, അത് ദഹിച്ചു പോയി. ഹല്ലേലൂയ. അവിടെ വെളിപ്പെടേണ്ടത് നമ്മുടെ കർത്താവ് മാത്രമാണ്. അതുകൊണ്ട് ആമേൻ, നമ്മെ സമർപ്പിച്ച് കുറച്ച് ത്യാഗം സഹിച്ചാലും, കുറച്ച് വേദന സഹിച്ചാലും, കുറച്ച് അസ്വസ്ഥത ഉണ്ടായാലും, കുറച്ച് സൗകര്യക്കുറവുണ്ടായാലും നാം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കണം.